ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആസ് എ ബ്രൈഡ് എന്നുള്ള വീഡിയോ ആണ്. സോ ഫസ്റ്റ് തന്നെ ഇത് രാവിലെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് 3 മണി മോർണിംഗ് 3 AM ടു എത്ര മണി 10 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 3 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യവും എന്തൊക്കെയോ പോലെ ഫുൾ സ്ട്രെസ്സും ടെൻഷനും. ഞാനാണല്ലോ മേക്കപ്പ് ചെയ്യുന്നത്. ഹെയറും സാരിയും ഞാൻ പാർലറിൽ പോയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. മേക്കപ്പ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അതിൻ്റെ ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ലെൻസ് വെച്ചു. ഇതിൻ്റെ അക്വാ കളേഴ്സിൻ്റെ ലെൻസാണ്, പീക്കോ ഗ്രീൻ സംതിങ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു മേക്കപ്പ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. നെക്സ്റ്റ് പിന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഈ ഒരു ടെൻഷൻ്റെ ഇടയിൽ ഞാൻ സൺസ്ക്രീൻ പോലും അപ്ലൈ ചെയ്യാൻ മറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ലിപ് ബാം ഇട്ടു. അമ്മ ഇങ്ങനെ പിറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ എടുത്ത് വെക്കാനും റെഡി ആവാനും ഒക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ പറയാം ഫുൾ ദേഷ്യത്തിലാണ്. പിന്നെ ഞാൻ പ്രൈമർ ഇട്ടു. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എനിക്കൊന്നും കോണ്ടോർ ചെയ്യാനോ പ്രോപ്പറായിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. 3 മണിക്ക് എണീറ്റു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കയ്യിൽ മൈലാഞ്ചി ശ്രദ്ധിച്ചോ, അത് വാഷ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കട്ടിയായിട്ട് ഞാൻ തലേന്നാണ് ഇട്ട് വെച്ചത്. അങ്ങനെ അത് വാഷ് ചെയ്യാൻ ഓൾമോസ്റ്റ് 1/2 മണിക്കൂറോളം എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ അടിച്ച് പിന്നെ ഒരു 4 മണിയായി, 3:30 ഓൾമോസ്റ്റ് മേക്കപ്പ്. അല്ല 3:30 4 മണിയായി. 4 മണി കഴിഞ്ഞു. 4 മണി 4:15 മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം. എൻ്റെ പാർലറിൽ അവരെത്തിയപ്പോൾ ഓൾമോസ്റ്റ് 4:30 ആയി. എന്നാലും നമ്മൾ കറക്റ്റ് 6 മണിക്ക് ഇറങ്ങി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ 7 മണിക്ക് തന്നെ ഞങ്ങൾ പ്രോപ്പർ ടൈമിൽ തന്നെ അവിടെ എത്തി. അങ്ങനെ അവിടെ വെച്ച് ഷൂട്ട് എടുത്തു. പിന്നെ നമ്മളൊരു പാടത്ത് വയലിൽ പോയിട്ട് ഷൂട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ മേക്കപ്പ് സാരി ചെയ്തതും ആൻഡ് ജ്വല്ലറീസും ഇതേപോലെ ഫോട്ടോ ചെയ്തതും ആരാന്നുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്ലീസ് ടു ചെക്ക് മൈ ഇൻസ്റ്റഗ്രാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വരുന്നത് ഇടണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി അതെല്ലാം ഫുൾ കട്ട് ചെയ്ത് ഞാൻ മാറ്റേണ്ടി വരും. മാക്സിമം ഞാൻ എഡിറ്റിംഗ് ഒക്കെ ബെറ്റർ ആക്കാം. അപ്പം നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് സെറ്റാക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ഡിസൈൻ എന്ന് പറയില്ല, നോർമൽ ബ്ലൗസ് ബീനൊക്കെ വരുന്നത്. ഇത് 3 ദിവസം കൊണ്ട് 3 ദിവസമല്ല 2-3 ദിവസം കൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. എല്ലാം പെട്ടെന്നായിരുന്നു ഷൂട്ട്. എല്ലാം ഒരാഴ്ച കൊണ്ട് ഇതാക്കി. എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടും ഷൂട്ടിന് പോകുന്നത്, ഷൂട്ടിൻ്റെ വ്ളോഗ്സ് ഇതൊക്കെയാണ് കാണാൻ പറ്റണത്. ഞാൻ അല്ലാതെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളായിട്ട് ബിസിയാണ്. ബട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടാം. ഓക്കെ, നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതിനെക്കാട്ടും ലൈറ്റർ ഷെയ്ഡ്. മേക്കപ്പ് അറിയാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റർ ഷെയ്ഡാണ് ബേസായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടുന്ന ഐ ഷാഡോ കുറച്ച് നല്ല പോപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ കുഞ്ഞ് ഒരു അത്യാവശ്യം ചെറിയ കണ്ണാണ്, ഭയങ്കര വലിയ കണ്ണൊന്നുമല്ല. അപ്പം ഗ്ലിറ്റേഴ്സും അങ്ങനത്തെ ഐ ഷാഡോസൊക്കെ ചെയ്താലേ കുറച്ച് വലിയ കണ്ണായിട്ട് തോന്നിക്കും. അങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐഷഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ നിന്ന് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മളൊരു പിങ്ക് കളർ, ഇത് എൻവൈബൈഡ് ഐഷഡോ ആണ്, അതെടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ പിങ്ക് ഗ്ലിറ്ററും കുറച്ച് ഗോൾഡ് ഗ്ലിറ്ററും ഇടുന്നുണ്ട്. എന്നാലേ ഒരു എടുത്ത് അറിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റുകൊണ്ട് എൻ്റെ മുഖം കുറച്ചൊന്ന് വീർത്തിട്ടായിരിക്കും വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റിൽ ഡൗൺ ആവും. നമ്മൾ ഐസ് വെച്ചാൽ ഓക്കെയാണ്, പക്ഷേ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഐസ് ഞാൻ ഭയങ്കരമായിട്ട് എഴുതുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാജൽ വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ലാഷസ് വെച്ചു. ലാഷസ് എനിക്ക് ക്യാമറയിൽ കണ്ണാടി, ഈവൻ ഞാനിപ്പോൾ കാണിച്ച കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പാടാണ്. എനിക്ക് വലിയ മിറർ തന്നെ വേണം. സോ ഞാൻ പോയിട്ട് ഐലാഷസൊക്കെ വെച്ചു. ഇനി അടുത്ത മേക്കപ്പ് ഇത്രയും നേരമായിട്ട് കണ്ണ് എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 4 മണി സംതിങ് ആയി. എനിക്ക് കണ്ണ് ചെയ്യാനാണ് ഏറ്റവും ടൈം എടുക്കുക. ബേസൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേഗം ചെയ്യാണ്. പിന്നെ എൻ്റെ കൂടെ ഷൂട്ടിന് എൻ്റെ അത്രയും തന്നെ എഫേർട്ട് എടുക്കുന്ന അമ്മയാണ്. കാരണം രാവിലെ എൻ്റെ കൂടെ എണീക്കണം. എനിക്ക് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടച്ച് ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെ, എൻ്റെ സാരി അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ ഇപ്പം എന്നെ റെഡിയാക്കണം. എനിക്ക് ഫുഡ് വാരി തരണം. നെയിൽസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഫുഡ് വാരി തരണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അനിയനും ഉണ്ടായിരുന്നു, അവൻ വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ അമ്മയെടുത്ത് ഇങ്ങനെ കൊള്ളാമോ കുഴപ്പമുണ്ടോയെന്ന്. സാധാരണ എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു. ഇന്ന് ഭയങ്കര സട്ടിൽ നാച്ചുറലായിപ്പോയി. പിന്നെ ലൈറ്റ് കുറച്ച്, എൻ്റെ റിംഗ് ലൈറ്റ് പകുതിയായിപ്പോൾ ഓഫായിപ്പോയി. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 5 days കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്.
സോഫാർ എല്ലാം ബെറ്ററായി, നന്നായിട്ട് തന്നെ വന്നു. ഷൂട്ടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബട്ട് കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. പിന്നെ ഇത് ജ്വല്ലറിയും ഈ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കാനും, പിന്നെ എൻ്റെ ആ സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഹീൽസ്, ഞാൻ ചെറിയ ഹീൽസ് ആയിട്ടിരുന്നത്. ആ ഹീൽസ് കാരണം എൻ്റെ കാല് ചെറുതായിട്ട് മുറിയുകയൊക്കെ ചെയ്തു. പിന്നെ മേക്കപ്പിനൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ അറിയാം. ഞാൻ ചുമ്മാ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടാം. പിന്നെ എനിക്ക് 24th ക്ലാസ്സൊക്കെ തുടങ്ങാറായി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത്, ഓർഗനൈസിങ് വീഡിയോസൊക്കെ. സോ നമുക്ക് സ്റ്റേ ട്യൂൺ, നമുക്കെല്ലാം സെറ്റാക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന 20th or 21 ആണ്. 24th എനിക്ക് ക്ലാസ് തുടങ്ങും. June 24th എനിക്ക് ക്ലാസ് തുടങ്ങും. സോ യാ, അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡള്ളായിട്ട് തോന്നുന്നുണ്ടാവും. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും മേക്കപ്പൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാ ഈ ചീപ്പിൻ്റെ ബാക്കിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ബാക്കിൽ മിററുള്ളൊരു ടൈപ്പ് ചീപ്പാണ്. ഞാൻ ഫ്രണ്ടിൽ വലിയ മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ സൂമായിട്ട് അടുത്ത് കാണാൻ വേണ്ടി കയ്യിൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ബാക്കിൽ കിടന്നിട്ട് ഞാൻ അതെടുത്ത് വെക്ക്, ഇതെടുത്ത് വെക്ക്, ജ്വല്ലറി എടുത്ത് വെക്ക്, ഹെയർ എക്സ്റ്റൻഷൻ എടുത്ത് വെക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് വെക്കും, അതെടുത്ത് വെക്ക്, ഇതെടുത്ത് വെക്കെന്ന് പറയുമ്പോൾ അമ്മ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നിട്ട് എടുത്ത് വെക്കും. ഞാൻ അവിടെ തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യും. ഇതായിരുന്നു പരിപാടി. അമ്മയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും കഴിയത്തില്ല. ഇന്നലെ ഞാൻ, അതായത് ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ ഹെയർ 3 times ഷാമ്പു വാഷ് ചെയ്തതാണ്. കണ്ടാൽ പറയൂ ഇല്ല, എൻ്റെ ഓയിലി സ്കാൽപ്പാണ്, നല്ലപോലെ ഓയിൽ ഇറങ്ങും. അതുകൊണ്ട് കേൾ ചെയ്താലും ക്രിമ്പ് ചെയ്താലും ഒന്നും ലാസ്റ്റ് ചെയ്തില്ല. ഈവൻ സ്ട്രെയിറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ സ്ട്രെയിറ്റ്, എൻ്റെ മുടി ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് വേവി ഹെയർ ആണ്. പക്ഷേ അത് നമ്മുടെ മുടി ഇപ്പം എൻ്റെ മുടി കണ്ടോ ഇതേപോലെ അത് എപ്പോഴും കിടക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്താലും അത് വീണ്ടും ഇതേപോലെ. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിയാറായി. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ക്ലിപ്പ് കഴിയാറായി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽഡ് മേക്കപ്പ് വീഡിയോ ഞാനിടാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, tata, bye bye, see you, take care.